नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जायम्. നമസ്കാരം. ഗോലോകം ടിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഗോലോകം ടിവിയുടെ ടോക്ക് ഷോയില് നിത്യേന നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഉള്ള കുറെ ചോദ്യങ്ങളും അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തലിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് ടോക്ക് ഷോയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾക്കും പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിൽ, നമ്മുടെ ഗോലോകം ടിവിയിൽ. ഇന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് ഉത്തരം നൽകുന്നത് ഗുരുവായൂർ ഗോലോകൻ ട്രസ്റ്റ് ഫൗണ്ടർ ആചാര്യപാദ തീർത്ഥ ഭക്തി സുദർശൻ സ്വാമി ഗുരുമഹാരാജാണ്. സ്വാഗതം ഗുരുദേവ്. സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്ന് കിട്ടിയതില് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളും സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഒക്കെ അവര് എക്സാം ടൈമും ഒക്കെ ആവുമ്പോഴേക്കും അവരുടെ കൊച്ചുകുട്ടികളാണെങ്കിൽ അമ്മമാരും അച്ഛന്മാരും അവരെ അമ്പലത്തിൽ കൊണ്ടുപോകാറുണ്ട്. വലിയ കുട്ടികളാണെങ്കിൽ പോകുന്ന വഴിക്ക് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പോകും. നന്നായിട്ട് എക്സാം എഴുതണേ, നല്ല മാർക്ക് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന, മിക്കവാറും ഉള്ള കുടുംബങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചമായ ഞാനും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ അത് എക്സാംസ് ഒക്കെ എങ്ങനെയെങ്കിലും ഭഗവാനെ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോഴത് എല്ലാവരും ചെയ്യുന്ന എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ഫസ്റ്റ് ഇയറില് ഫസ്റ്റ് സെമ്മില് വല്ലാത്തൊരു സാധനമായിരുന്നു. പറയൂ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ എക്സാമിന് മുമ്പേ അമ്പലത്തിൽ കൊണ്ട് തൊഴിപ്പിക്കണോ? അത് കുട്ടികൾ വലുതാവുമ്പോൾ അതൊരു ശീലമാക്കി അവർ അമ്പലത്തിൽ പോയി ഭഗവാന് വേണ്ടി ഭഗവാന്റെ അടുത്ത് നല്ല മാർക്ക് വാങ്ങിക്കാനും കൂടുതൽ പഠിത്തത്തിലും ഒക്കെ പ്രോഗ്രസ് ഉണ്ടാവാനും ചെയ്യിക്കുന്നത് ഒരു നല്ല ഒരു ശീലമാണോ? അത് പാരന്റ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ട കാര്യമാണോ? ഇതിന് രണ്ട് വശങ്ങളുണ്ട്. കുട്ടികളെ നമ്മളൊരു ബ്ലൈൻഡ് ഫോളോവർ ആക്കുന്നതിന് പകരം ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ കൊടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ അച്ഛനമ്മമാര് കുട്ടികളെ വളരെ നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചൊരു 15-16 വയസ്സായി കഴിയുമ്പോഴത്തേക്കൊക്കെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഇല്ലാതാകാറുണ്ട്. അതിന്റെ പ്രധാന കാരണം അവരുടെ ഉള്ളിലെ ആ ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നത് തന്നെ. മാതാജി ചോദിച്ച ഈ ചോദ്യത്തിന് പല വശങ്ങളും ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ കൊടുക്കാതെ അവരെ പുറമെ മാത്രം ഇങ്ങനെയുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറയുന്നു എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പല പോസിബിലിറ്റീസും ഉണ്ട്. ചിലപ്പോ അത് ജീവിതകാലം മുഴുവൻ കുട്ടികൾ തുടരും. ഏതൊരു കാര്യം വരുമ്പോഴും അതൊരു ശീലമായിട്ട് മാറി അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനും വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു ഇത് വരും. അതിന് നല്ല വശങ്ങളുണ്ട്. പക്ഷെ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലോകത്ത് നമുക്ക് പല രീതിയിലുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. ചില വ്യക്തികളാണെങ്കിൽ കർമ്മത്തിൽ മാത്രം വിശ്വസിക്കുന്നവർ, എല്ലാം എൻ്റെ ഹാർഡ് വർക്കിനനുസരിച്ചാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ചില വ്യക്തികൾ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നടക്കുന്നത് വിചാരിക്കും, വിധിയാണ് എല്ലാം വിചാരിക്കും. അപ്പോൾ ഇതിൽ ഏതാ സത്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും കറക്റ്റാണ്. നമ്മുടെ എഫേർട്സും ഉണ്ട്, അതേസമയത്ത് ഭഗവാന്റെ അനുഗ്രഹവും. ഇത് രണ്ടും വേണം. ഇതിന് എഫേർട്സ് ഇടാതെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു, എഫേർട്സ് ഇടുന്നില്ല, കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സാങ്ഷൻ എല്ലാത്തിനും നമുക്ക് വേണം.
അപ്പോ കുട്ടികൾ ഇങ്ങനെ പരീക്ഷ സമയത്ത് മാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. നമ്മൾ ഏത് കാര്യത്തിലും ഏത് രീതിയിലാണെങ്കിലും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടി ഉപരി ഭഗവാൻ ആരാണ്? നമ്മൾ ആരാണ്? നമ്മളും ഭഗവാനായിട്ടുള്ള ബന്ധം എന്താണ്? എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഓരോ കാര്യങ്ങൾക്കും ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവർ ഒരു പൂർണ്ണമായിട്ടും ഒരു അന്ധവിശ്വാസിയായിട്ട് മാറും. എല്ലാം അതായത് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാലും അത് ഭഗവാൻ കാരണമാണ് എന്ന് വിചാരിക്കും. അതെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദുരിതങ്ങളൊക്കെ വന്നതിന് കാരണം ഭഗവാനാണ് എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈശ്വര വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അഹങ്കാരികളായിട്ട് മാറും. എല്ലാം എന്റെ കഴിവുകൊണ്ടാണ് ഞാൻ എടുത്തത് എന്ന് വിചാരിക്കും. അന്നേരം മിക്കവാറും നമ്മൾ കാണുന്നത് ഒരു 12, പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദു സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന കുട്ടികൾ ഒരു 15 വയസ്സ് വരെ നല്ല അമ്പല വിശ്വാസികളായിരിക്കും. അത് 15 കഴിയുമ്പോൾ പിന്നെ അവർ പേരിന് വേണ്ടി മാത്രമേ ക്ഷേത്ര സന്ദർശനം നടത്തൂ. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രം, വാചകം അടിച്ച് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളീന്ന് ഭഗവാനെ കുറിച്ച് ഒരു അന്വേഷണം അവിടെ ഇല്ല. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞാൽ ആദ്യം അച്ഛനമ്മമാർ സ്വയം ഭഗവത്ഗീത എന്താണെന്ന് മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ സമയത്ത് കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും പഠിക്കണം. പഠിക്കാതെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പൊ അർജുനനോടും ഭഗവാൻ പറയുന്നില്ല നീ യുദ്ധം ചെയ്യേണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്യാം എന്ന് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. ഭഗവാൻ അർജുനനോട് പറയുന്നു ഞാൻ നിനക്ക് മാർഗം പറഞ്ഞു തരാം, നീ യുദ്ധം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് കുട്ടികൾ എന്തായാലും പഠിക്കണം. പക്ഷേ ഭഗവാന്റെ റോൾ എന്താണ് അവിടെ? ഭഗവാൻ ആ കറക്റ്റ് സമയത്ത്, പരീക്ഷ സമയത്ത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരാൻ, മറന്നു പോവാതിരിക്കാൻ, ടെൻഷൻ വരാതിരിക്കാൻ, നമ്മുടെ മനസ്സിനെ സന്തുലിത അവസ്ഥയിൽ നിർത്താൻ, ഇതിനൊക്കെ ഭഗവാൻ നമ്മളെ സഹായിക്കും. പക്ഷേ നമുക്ക് ഇത്രയും മാർക്ക് ലഭിക്കണം എന്നൊരു വാശി പിടിക്കുന്നതോ, അത് അല്ലെങ്കിൽ പിന്നെ അത് ആ ഒരു ടെൻഡൻസി പിന്നെ വലുതാകുമ്പോഴും നമ്മുടെ ഉള്ളിൽ കാണും. നമ്മൾ എല്ലാ കാര്യത്തിനും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അത് ഒരു കച്ചവടം പോലെ ആയി. അതായത് ഇപ്പം വിവാഹം നടക്കുന്നില്ല. ഉടൻ തന്നെ എനിക്ക് നല്ലൊരു എന്താ പറയുന്നത്, ഒരു പെൺകുട്ടി വേണം, ഒരു ആൺകുട്ടി വേണം. കുട്ടികളില്ല, അന്നേരം കുട്ടികൾ വേണം. വീടില്ല, ഉടനെ വീട് വേണം. അന്നേരം ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അതിന് എന്താണ് അതിന്റെ ചലഞ്ചസ് എന്ന് മനസ്സിലാക്കി. ഇപ്പൊ ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മിക്ക കുട്ടികളും എന്താ പറ്റുന്നത് വെച്ചാൽ ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഇങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ജോലി കിട്ടുന്നില്ല. ഉടനെ അവർ പറയും ഈ വഴിപാട് ചെയ്യുക, ആ വഴിപാട് ചെയ്യുക. അമ്മയും അച്ഛനും ഒക്കെ പറയും ഇവിടെ ജോലി കിട്ടാൻ, ജോലി കിട്ടാൻ. പക്ഷേ ഒരു ജോലിക്ക് വേണ്ടുന്ന ആ ഒരു സ്കില്ല് നമ്മുടെ കയ്യിലുണ്ടോ? ഇന്നത്തെ കമ്പനി എന്ത് സ്കില്ലാണ് ആഗ്രഹിക്കുന്നത്? അതൊരു ഗവൺമെന്റ് ജോലിക്കാണെങ്കിൽ പോലും നമ്മൾ ഒരു 10,000 20,000 പേര് ഒരു ജോബിന് വേണ്ടി പരീക്ഷയിൽ എഴുതുന്നു. ഇപ്പം UPSC ആണെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നു. ഇത്രയും പേര് എഴുതുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും വേറിട്ട് നിൽക്കണമെങ്കിൽ അത്രത്തോളം എഫേർട്സ് നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടേ? അതും ആ എഫേർട്സ് ഇടുന്നത് ചുമ്മാ പേരിന് വേണ്ടി അല്ലല്ലോ. അതായത് വർക്കിംഗ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, ഇൻ ദ റൈറ്റ് മെത്തഡ്. ശരിയായിട്ടുള്ള ദിശയിൽ വേണ്ടുന്ന രീതിയിൽ എഫേർട്സ് ഇടണം. അത്രയ്ക്ക് എഫേർട്സ് ഇടണം. പക്ഷെ അങ്ങനെ എഫേർട്സ് ഇടുന്നവരുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? മിക്കവാറും അവർ അഹങ്കാരികളായിട്ട് മാറും. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്. പരാജിതരായിട്ടിരിക്കുന്ന വ്യക്തികൾ കൂടുതലും അവരെപ്പോഴും ഭഗവാനെ കുറ്റപ്പെടുത്തും. എന്റെ വിധി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടിരിക്കും. അവരാണ് കൂടുതലും അമ്പലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന വഴിപാടുകൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് സക്സസ്ഫുൾ ആയിട്ട് കാണുന്ന വ്യക്തികൾ അവർ അമ്പലങ്ങളിലൊന്നും പോകത്തില്ല. അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് അത് നേടിയെടുത്തു എന്ന് അഹങ്കരിച്ച് നടക്കും. അപ്പൊ നമ്മള് ഏതൊരു കൺക്ലൂഷനിലേക്കാ എത്തുന്നത്? കണ്ടില്ലേ, ഈശ്വര വിശ്വാസികൾ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അതേ സമയത്ത് നിരീശ്വര ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വര വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ എഫേർട്സ് അത് നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. അതിനെ റിപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അതവിടെ എന്തായാലും വേണം. പക്ഷെ എഫേർട്സ് ഇട്ടു. പക്ഷെ അടുത്ത റിസൾട്ടിന്റെ ഭാഗം വരുന്ന സമയത്തിന്
എന്തോ പറയുന്നേ, നമ്മൾ അഹങ്കരിക്കുന്നത് അത് ശരിയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരാള് സ്പേസിൽ പോയി, ശുക്ല എന്ന് പറയുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹം കുറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഈശ്വരവിശ്വാസിയാണ്. നാസയുടെ കൂട്ടത്തിൽ, നാസ ആസ്ട്രോണട്സിന്റെ കൂട്ടത്തിൽ അദ്ദേഹം സ്പേസിൽ പോവുകയാണ്. സെക്കൻഡ് ഇന്ത്യൻ ആണ് ഇങ്ങനെ ഒരു സ്പേസ് മിഷനിലേക്ക് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അഭിമാനം. ആള് നല്ലൊരു ഈശ്വരവിശ്വാസിയാണ്. പോകുന്ന സമയത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടുമാണ് പോയത്. അന്നേരം പിന്നെ ഒരു സയന്റിസ്റ്റ് ഈശ്വരവിശ്വാസി ആകത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സക്സസ്ഫുൾ വ്യക്തികൾ ഈശ്വരവിശ്വാസി അല്ലെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ആൾക്കാരാണ് അംബാനി, അദാനി, അവരൊക്കെ നല്ല ഈശ്വരവിശ്വാസികളാണ്. അവര് ബിസിനസ് വഴിയും സക്സസ്ഫുൾ ആണ്. പക്ഷെ അതേ സമയത്ത് ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നാട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ പ്രശ്നം, അവര് അക്കാഡമിക്സിൽ മാത്രം ഫോക്കസ് ചെയ്യും. അക്കാഡമിക്സ്, അതായത് പരീക്ഷയിൽ മാർക്സ് ലഭിക്കാൻ വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, സിവിൽ സർവീസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ സെലക്ഷൻ കിട്ടുന്ന എല്ലാം നോർത്ത് ഇന്ത്യൻസിനായിരിക്കും. അപ്പൊ നമ്മൾ ഉടനെ പറയും ഇത് പാർഷ്യാലിറ്റി ആണെന്ന് പറയും. ഇതെല്ലാം പാർഷ്യാലിറ്റി ആണ്, അവരുടെ എന്തുകൊണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, എന്തോ അവിടെ മിസ്സിംഗ് ആണ്. ലിറ്ററസി റേറ്റ് ഒരുപാട് കൂടുതലായിരിക്കും നമുക്ക്. പക്ഷെ നമുക്ക് ആ ഒരു കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടേത്. ഇപ്പോ ഹിന്ദിയിൽ നല്ല മാർക്സ് നമുക്ക് ലഭിക്കും, പക്ഷെ ഹിന്ദി സംസാരിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ നല്ല മാർക്സ് കിട്ടും, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാം. അന്നേരം പ്രാക്ടിക്കൽ നോളജ് നമ്മൾ മലയാളികൾക്ക് കുറച്ച് ടഫാണ്. പക്ഷേ വെളിയിൽ, കേരളത്തിന് പുറത്ത് പോകുന്ന മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് പ്രാക്ടിക്കൽ നോളജ് ഉള്ളത്. അറബികളുടെ അടുത്ത് നിൽക്കുന്നതും അമേരിക്കയിൽ ഇരിക്കുന്നതും എല്ലായിടത്തും മെയിൻ ഓഫീസേഴ്സും ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ അടുത്തേക്കുന്ന എല്ലാം മലയാളികളാണ്. അന്നേരം മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളെ ഇപ്പോൾ റോബോട്ടിനെ പോലെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി മലയാളികളുടെ ഉള്ളിലുണ്ട്. അത് അവരിപ്പോൾ ട്യൂൺ ചെയ്യുന്നില്ല. അത് അവർ വളരെ മിസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടിയ ആ സമയത്ത് പണ്ഡിറ്റ് നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ബ്രിട്ടീഷിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത് VP മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ്. എന്നാലോചിച്ചു, ഹി വാസ് ദ മെയിൻ പേഴ്സൺ. ഒരു നെഗോഷിയേറ്റ് ചെയ്ത് പാകിസ്ഥാനെ ഒരു വിധത്തിൽ ഒതുക്കി കൺവിൻസ് ചെയ്തു. അത് കാരണം പാകിസ്ഥാൻ വല്ലാതൊരു ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യാറ്. അന്നേരം മിക്ക ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരും മലയാളികളായിരുന്നു. പക്ഷെ ഇന്ന് അത് വളരെ കുറയുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടില് IPS ഓഫീസേഴ്സ് ഇല്ല, IAS ഓഫീസേഴ്സ് ഇല്ല എന്നല്ല. നമ്മുടെ കേരളത്തിലും ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷെ എന്തോ ആ ഒരു അക്കാഡമിക് വൈസ് നമ്മൾ വളരെ ഹൈ ആണ്. പക്ഷെ ആ ഒരു IQ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. IQ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണ്. അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യും. ഒരു കോമൺ സെൻസോ അല്ലെങ്കിൽ ഒരു എന്തോ സംതിങ് മിസ്സിംഗ് ആണ്. നേരത്തെ അങ്ങനെയല്ല. പൊതുവെ മലയാളികൾ എന്ന് പറയുന്നത് ദേ ആർ വെരി ഇന്റലിജന്റ് പീപ്പിൾ. അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് ആ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന കാര്യം ഓട്ടോമാറ്റിക്. പക്ഷെ ഇന്നത്തെ നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾക്ക് കോമൺ സെൻസ് ഇല്ല. അതിന്റെ മെയിൻ കാരണം അവരുടെ മെയിൻ ഫോക്കസ് പല ദിശകളിലേക്കും പോകും. മൊബൈൽ ഗെയിംസിലാണെങ്കിലും TV വീഡിയോസ് ഒക്കെ. ഇതാണ് ഒരു എലാബറേറ്റ് ആൻസർ. അത് ആൻസർ കിട്ടിയോ, അതോ ഇനിയും എന്തെങ്കിലും അതിൽ സംശയവും ചോദ്യമുണ്ടോ? അതെ. സ്വാമിജി പറഞ്ഞില്ലേ, 15 വയസ്സ് വരെ കുട്ടികളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും പാരന്റ്സ്. അത് കഴിയുമ്പോഴേക്കും പിന്നെ അവരുടെ അമ്പലത്തിൽ പോക്ക് കുറയും. അത് കാരണം എന്തെന്ന് വെച്ചാൽ, എനിക്കൊരു സംശയം, അപ്പോൾ ഈ 15 വയസ്സ് വരെ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകും, ഭഗവാൻ അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കൊണ്ടുപോകുന്നത്. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയാണ് ഭഗവാൻ ഉള്ളത് എന്നുള്ള വിശ്വാസത്തിൽ കുട്ടികളെ കൊണ്ടുപോയി അവിടെ ചെന്ന് തൊഴുമ്പോൾ അനുഗ്രഹം കിട്ടും. അപ്പോൾ ആ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അവര് ആ അതെ. പ്രായം കഴിയുമ്പോഴേക്കും അവരുടെ ശരിക്കും എന്താണ് ഭഗവാൻ, എവിടെ നിന്നാണ്, അമ്പലത്തിൽ പോയാലേ ഭഗവാനെ കിട്ടുള്ളൂ, അപ്പോഴാണോ ഭഗവാനെ എടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഒരു
ശരിക്കും ഉള്ള ഒരു കാര്യം കുട്ടികൾക്ക് അറിയില്ല. അത് പാരന്റ്സിനും അറിയാൻ തോന്നുന്നില്ല മെജോറിറ്റി ഓഫ് നമ്മുടെ ആൾക്കാർക്ക് അത്. അപ്പോഴ് അതെ, അതിനു അതെ. വേണ്ടി ഉള്ള ഒരു ബേസിക് കാര്യം ഭഗവാൻ എവിടെയാണ്, എവിടെന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് സ്വാമിജി പറഞ്ഞതിൽ തന്നെ ഉണ്ട്. അത് വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അത് വളരെ മിസ്സിംഗ് ആണ് നമ്മുടെ മെജോറിറ്റി ഓഫ് കുട്ടികൾക്കും ഈവൻ പാരന്റ്സിനും. ഇപ്പൊ എന്റെയൊക്കെ അതെ, അതെ. ജനറേഷൻ ആണെങ്കിലും സെയിം തിങ് ആണത്. അത് മിസ്സിംഗ് ആണ് ശരിക്കും. എവിടെന്നാണ് നമ്മൾ ആ ഭഗവാനെ കുറിച്ചുള്ള അറിവ് തുടങ്ങേണ്ടത്? അപ്പോഴും അമ്പലത്തിൽ തന്നെ പോയി അവിടെ മാത്രമാണോ ഭഗവാൻ ഉള്ളത്? അതെ നമ്മള് എന്താ പറയുന്നത്, നമ്മളിൽ തന്നെ ഉണ്ട് ഭഗവാൻ എന്നുള്ള കാര്യം ആരും തിരിച്ചറിയുന്നില്ല. അപ്പോഴത് നമുക്ക് അതെ. കൂടുതൽ ആയിട്ട് കുട്ടികളിലോട്ട് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? മെയിൻലി ഇന്നത്തെ കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സാഹചര്യം, സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം വളരെ അവരൊരു മേജർ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. മെയിൻലി കുട്ടിക്കാലം മുതലേ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടുന്നേ തുടങ്ങും. കാരണം നമ്മള് പറയത്തില്ലേ, ഒരു റൂട്ട് ലെവലിലേ നമുക്ക് നോക്കേണ്ടത്. അതായത് മുളയിലെ അറിയാം മുളയുടെ കരുത്തെന്ന് പറയുന്ന പോലെ ആ ബേസ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കും. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഗർഭാധാന സംസ്കാരം മുതൽ അച്ഛനും അമ്മയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഈ ഒരു കുട്ടിയെ ഈ ലോകത്തിൽ കൊണ്ടുവരുന്നത്. അത് ഒരു കാമത്തിന്റെ അടിസ്ഥാനത്തിലായിട്ടാണോ? അതോ എന്താ പറയുന്നത്, ഒരു സത്സന്താനത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയാണോ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി ആളുടെ ഹെൽത്ത് വളരെയധികം കെയർലെസ് ആയിട്ടിരിക്കുന്നു. കണ്ണി കാണുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നു. കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കുന്നു. കഴിക്കേണ്ടത് കഴിക്കുന്നുമില്ല. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒരു ദിവസം ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡാമേജ് ക്രിയേറ്റ് ചെയ്യും. സോ സിമിലർലി മിക്ക പാരൻസും അവര് ചെറുപ്പത്തിൽ ആ ഒരു അട്രാക്ഷൻ കൊണ്ട് വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് അവരുടെ മുന്നോട്ട് പോകുന്നത്. ഒരു 2-3 വർഷമെങ്കിലും. പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകുന്നു. അന്നേരം അവർ അതിനെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കുന്നില്ല. അവർക്ക് അറിഞ്ഞൂടെന്ന് തന്നെ പറയാം. അതായത് ഒരു പാരന്റ്സ് കുറച്ച് സീരിയസ് ആവുന്നത് മേ ബി അറൌണ്ട് 30-35 ഇയേഴ്സ് ആകുമ്പോഴാണ് അവര് റിയലി കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ മാതാജിക്ക് അറിയായിരിക്കും അല്ലേ? ഏകദേശം കറക്റ്റ് അതെ. അല്ലേ? അതെ. കറക്റ്റ്. 30-35 ആകുമ്പോഴാണ് അവരുടെ ആ യൂത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് അവർ പുറത്തു വരുന്നത്. കുറച്ചും കൂടെ അതെ. ലോകത്തെ ഒരു സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങുന്നു. മനസ്സിലായില്ലേ? ഉം. അപ്പോഴത്തേക്കും ഓൾറെഡി ഒരുപാട് ടൈം പോയിരിക്കുന്നു. അന്നേരം കുട്ടികളുടെ ആ ഒരു 0-5-6 ഇയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 0-6 ആണ് ആ കുട്ടിയുടെ ഫൗണ്ടേഷൻ. എന്നിട്ട് ആ 7-15 ആ സമയത്താണ് കുട്ടികൾക്ക് ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നത്. അന്നേരം എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടതെന്ന് അറിയോ? മൈൻഡ് കൺട്രോൾ. മൈൻഡിന്റെ ഡിക്റ്റേഷൻസിനെ, മൈൻഡിന്റെ ആ ഒരു ഓരോ ത്വരകളെയും നിയന്ത്രിക്കാനാണ് ഗുരുകുലത്തിൽ ആദ്യം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വലിയൊരു രാജാവിന്റെ മകനാണെങ്കിൽ പോലും. പക്ഷെ ഇന്ന് മിക്ക പാരന്റ്സും കുട്ടികളെ ലക്ഷറീസ് ലൈഫിലേക്കാണ് വിടുന്നത്. കാരണം ഞാൻ അനുഭവിച്ച ദുഃഖം എൻ്റെ മക്കൾ അനുഭവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ അവർക്ക് ലക്ഷറിയസ് കംഫർട്ട് ഒക്കെ കൊടുക്കുന്നത്. അന്നേരം കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, എങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടി ഏത് പ്രായത്തിലാണ് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടി വളരെ കുഞ്ഞാണെങ്കിൽ വി ഹാവ് ഗുഡ് ടൈം. 0-6 മാക്സിമം എക്സ്പോഷർ ടു സ്പിരിച്വാലിറ്റി. എത്രത്തോളം ആധ്യാത്മിക കാര്യങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ കൊടുക്കുന്നു അത്രത്തോളം നല്ലത്. അതായത് നമ്മൾ വിചാരിക്കും ആ സമയത്ത് കുട്ടിക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന്. പക്ഷേ ആത്മാവ്, നമ്മളാരും ശരീരമല്ലല്ലോ, നമ്മൾ ആത്മാവാണ്. അതുകൊണ്ട് സ്പിരിച്വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള എൻവയൺമെന്റ് ആ കുട്ടിക്ക് നന്നായിട്ട് കൊടുക്കും. വീട്ടില് കീർത്തൻ പ്ലേ ചെയ്യുന്നതും തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഭഗവാന് നിവേദിച്ച ഭക്ഷണം പ്രസാദം കൊടുക്കുക, മത്സ്യമാംസാദികൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ 0-6 വളരെ ക്രൂഷ്യലാണ്. മാക്സിമം ഭഗവത്ഗീത അതൊക്കെ കേൾപ്പിക്കുക, കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിലും. അതാണ് ഏറ്റവും മെയിൻ. 7 ഓൺവേർഡ്സ് കുട്ടികൾ അറിഞ്ഞു തുടങ്ങുന്ന ഒരു പ്രായം. പക്ഷെ ഈ 0-6 ആണ് മിക്ക ആൾക്കാർക്ക് മിസ്സാവുന്നത്. കാരണം പാരന്റ്സ് യങ് ആയിരിക്കും. ആ സമയത്ത് ഇതിനെക്കുറിച്ച് അധികം സീരിയസ് ആയിട്ട് എടുക്കത്തില്ല അവർ. അവരവരുടെ എൻജോയ്മെന്റ് ലൈഫിലാണ്. അതിന്റെ ഇടയിൽ കുട്ടികളുടെ 6 വയസ്സ് വെറുതെ അങ്ങ് പോകും. അന്നേരം ആ ഒരു മൈൻഡാണ് കുട്ടികളുടെ ഉള്ളിൽ ഇരിക്കുന്നത്.
ഈ 7 to 15 കുട്ടികൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രായമാകുന്ന സമയത്തും അച്ഛനമ്മമാർക്ക് സ്വയം അറിഞ്ഞുകൂടെ എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദേ ആർ ബിസി ഇൻ ദിയർ ലൈഫ് സ്റ്റൈൽ. അന്നേരം ആ സമയത്ത് നമ്മുടെ കുട്ടി ഇപ്പോൾ 7 to 15 ആ ഏജിലാണെങ്കിൽ അവരെ സ്കൂൾ അക്കാഡമിക്സ് അത് സ്കൂളിൽ ഓൾറെഡി പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷനും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് ശരിയും തെറ്റും വേർതിരിച്ച് അറിയാനുള്ള ആ ഒരു ഇന്റലിജൻസ് ആണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. സിമ്പിൾ ലൈഫ് സ്റ്റൈലിൽ ഒതുങ്ങി ജീവിക്കാനുള്ള ആ ഒരു 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 ക്യാരക്ടർ നമ്മൾ കുട്ടിയുടെ ഉള്ളിൽ വളർത്തിയെടുക്കണം. അത് നമുക്ക് 15 വരെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ അധികം ടെൻഷൻ ഇല്ല. കാരണം ആ 0 to 6 പ്ലസ് 7 to 15 സിമ്പിൾ ലൈഫ്, ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ ഈ ലോകത്ത് എവിടെ വിട്ടാലും somehow he will survive. പേഴ്സണലി ഞാൻ എൻ്റെ ജീവിതത്തിലും പറയുകയാണ്, ഭഗവാന്റെ കാരുണ്യത്താൽ എനിക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടി സ്പിരിച്വാലിറ്റിയിൽ. പക്ഷേ ആ 7 to 15 എൻ്റെ ലൈഫിൽ മിസ്സിംഗ് ആണ്. കാരണം ടിപ്പിക്കൽ ഒരു മലയാളി ഫാമിലിയിൽ എന്താ പറയുന്നത്, അധികം എക്സ്പോഷർ ഇല്ല സിമ്പിൾ ലൈഫായിട്ട്. കൂടുതൽ ഒരു കംഫർട്ട് സോണിൽ വളരുന്ന ഒരു രീതിയാണ്. പടി 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 അങ്ങനെയുള്ള ഒരു പഠിക്കുക അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഞാൻ ആ ഹരേ കൃഷ്ണ പ്രസ്ഥാനമായിട്ട് കണക്ട് ആയപ്പോഴാണ് എനിക്ക് ആ 7 to 15 മിസ്സായ പലതും എനിക്ക് അവിടെ കിട്ടിയത്. അന്നേരം ഒരു 7 to 15 ഒരു കുട്ടി വളരുമ്പോൾ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു മിലിറ്ററി ഡിസിപ്ലിൻ വേണം. വിദേശത്ത് പല രാജ്യങ്ങളിലും യങ് ഏജിൽ അച്ഛനമ്മമാർ കുട്ടികളെ മിലിറ്ററി ട്രെയിനിങ്ങിന് വേണ്ടി വിടും. ഈവൻ റോയൽ ഫാമിലിയിലുള്ള ആൾക്കാർ പോലും. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു ഡിസിപ്ലിൻ വേണം. സാധാരണ ഇപ്പം UK രാജകുമാരൻ വരെ ആള് സാധാരണ ഒരു സോൾജർ ആയിട്ടാണ് കയറുന്നത്. സോ ദാറ്റ് ആ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കണം. അന്നേരം നമ്മുടെ കുട്ടികൾക്ക് മെയിൻലി ഓവർ പാമ്പറിങ്, വളരെയധികം ലക്ഷറീസ് ലൈഫുമായിട്ടുള്ള ഒരു എക്സ്പോഷർ, ഇതൊക്കെ ഒരുപാട് അവരെ സ്പോയിൽ ചെയ്യുന്നുണ്ട്. അന്നേരം ഇനി 15 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയും. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് രീതിയിൽ ചിന്തിക്കണം. 15 വയസ്സ് കഴിയുമ്പോഴാണ് പിന്നെ അവർ അച്ഛനും അമ്മയും പറയുന്നതോ ടീച്ചർ പറയുന്നതോ ഒന്നും അല്ല കേൾക്കുന്നത്, ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കും. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെ അറിഞ്ഞു തുടങ്ങുന്ന ഫ്രണ്ട്സിലൂടെയാണ്. സോ ഫോർച്ചുനേറ്റ് ആർ ദോസ് പീപ്പിൾ ഹു ഗെറ്റ് ഗുഡ് ഫ്രണ്ട്സ്. ഭക്തിപരമായിട്ട് ജീവിക്കുന്ന, അതിൽ താല്പര്യമുള്ള കൂട്ടുകാരെ കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഭാഗ്യമെന്ന് കരുതുന്നു. അന്നേരം ഈ 0 to 6, 7 to 15 വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ അവരെ വളർത്തിയാലും 15 കഴിഞ്ഞിട്ടും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിൽ ചിലപ്പോൾ പോകാൻ പറ്റും. അന്നേരം ആ 15 to maybe ഒരു 21, 6 വർഷമാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അതാണ് അവരെ എന്ത് പറയുന്നത്, അവരുടെ ഒരു ഫിനിഷിങ്, അവരെ മോൾഡ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫിനിഷിങ്. അന്നേരം ആ ഒരു 15 to 21 നല്ല ഫ്രണ്ട്സ് കിട്ടിക്കഴിഞ്ഞു രക്ഷപ്പെടും. അന്നേരം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഈ 7 to 15 നല്ല ഫ്രണ്ട്സ് ആരാണ്, മോശപ്പെട്ട ഫ്രണ്ട്സ് ആരാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധി അവർക്ക് കൊടുക്കണം. പക്ഷെ 15 ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കത്തില്ല. സോ അന്നേരം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരെ അവരുടെ വഴിക്ക് വിടുക എന്നാണ്. അല്ല, ആസ് എ പാരന്റ്, അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ നമുക്ക് ആ കർത്തവ്യമുണ്ട്. പറഞ്ഞു മനസ്സിലാക്കുക, നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടായിട്ട് പറയുക. അല്ലാതെ ഒന്നും ഫോഴ്സ് ചെയ്യാൻ കഴിയില്ല, ത്രെറ്റൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടൊന്നും അവര് നേരെയാവത്തില്ല. അവര് നമ്മുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയത്തില്ല, പക്ഷെ ഉള്ളിൽ നമ്മളറിയാതെ പല തെറ്റുകളും അവർ ചെയ്യുന്നുണ്ട്. സോ 15 to 21 is very critical. ആ ഒരു ഫേസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 0 to 6 നമ്മൾ ടേക്ക് കെയർ ചെയ്തു, 7 to 15 നമ്മൾ ടേക്ക് കെയർ ചെയ്തു, 15 to 21 നമ്മുടെ ഒരു മോണിറ്ററിംഗിൽ, അതായത് 7 to 15 കോൺസ്റ്റന്റ്ലി നമ്മുടെ അണ്ടർ വാച്ചിലായിരിക്കും. പക്ഷെ 15 to 21 നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കായിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ കൊടുക്കണം. കാരണം അവർക്ക് ആ ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ പിന്നെ അതും പ്രശ്നം. അവർക്ക് അവരുടേതായിട്ടുള്ള ചോയ്സുകൾ അവർക്ക് തിരഞ്ഞെടുക്കാണ്. അത് ഒരു കൈൻഡ് ഓഫ് ഗെയിമാണ്. അതായത്
വളരെ ബുദ്ധിപരമായിട്ട് നല്ല 4 ഓപ്ഷൻ കൊടുത്തിട്ട് മോനെ നിനക്ക് ഇഷ്ടമുള്ള എന്തും ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഫീൽ ഓ യെസ് ഐ എം ഗെറ്റിംഗ് ഓപ്ഷൻസ്. അതായത് 4 ഓപ്ഷനിൽ ഒരു റോങ് ഓപ്ഷനും ഇല്ല എങ്കിൽ മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷനെ അവന് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷനെ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നില്ല. അതായത് 4 നല്ല ഓപ്ഷൻ വെച്ചിട്ട് മോനെ നിനക്കുള്ള നിന്റെ ലൈഫാണ് നീ തിരഞ്ഞെടുക്കും എന്ന് പറയുമ്പോൾ കേട്ടിരുന്നു അവർക്ക് തോന്നണം അവർക്കൊരു ഫ്രീഡം കൊടുക്കുന്നു എന്ന്. അറ്റ് ദ സെയിം ടൈം കുറച്ച് കൺട്രോൾ ഉണ്ട്. പിന്നെ ഓവറായിട്ട് പിന്നെ മിക്ക പാരന്റ്സിലും നമ്മൾ ഇപ്പൊ ഒരു പാരന്റിങ് ക്ലാസ് പോലെ മിക്ക പാരന്റ്സിനും അടുത്തൊരു ചലഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആംബിഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കുതിരയായിട്ട് ഒരു പന്തയത്തിന് വേണ്ടി വെക്കുന്ന ഒരു കുതിരയായിട്ട് മക്കളെ വയ്ക്കും. കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല, നീ ചെയ്യണം, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ് അതൊക്കെ ശരിയല്ല. ആ ഒരു ടെൻഡൻസിനൊക്കെ നമ്മൾ പുറത്തു വരും. സോ വി ഷുഡ് നോട്ട് ഫോഴ്സ്. അങ്ങനെ അന്നേരം ഇത് അവരുടെ മെറ്റീരിയൽ കാര്യങ്ങൾ. സ്പിരിച്വൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് ദം റീഡ്, മേക്ക് ദം തിങ്ക്. അവരെ കൊണ്ട് ചിന്തിപ്പിക്കണം. അവിടെയാണ് നമ്മുടെ കളിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ശ്ലോകങ്ങൾ വായിക്കാൻ പഠിപ്പിക്കുന്നു, കീർത്തനങ്ങൾ പാടാൻ പഠിപ്പിക്കുന്നു. പക്ഷെ ആ ശ്ലോകങ്ങളെ കുറിച്ച് അവരെ ചിന്തിക്കാൻ പഠിപ്പിച്ചില്ല എങ്കിൽ ആ ശ്ലോകങ്ങൾ അങ്ങനെ തന്നെ അവരുടെ ഉള്ളിൽ ഇരിക്കും. വർഷങ്ങൾ കഴിഞ്ഞാലും അവർ ആ ശ്ലോകങ്ങൾ മറക്കത്തില്ല. പക്ഷെ അർത്ഥം അറിഞ്ഞൂടാ. അതായത് നമ്മുടെ കയ്യിൽ കോടാനുകോടി രൂപയുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞൂടാ. അത് ഏത് ബാങ്കിലാണ്, ഏത് അക്കൗണ്ടാണ്, അതിന്റെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ഇല്ലെങ്കിൽ പിന്നെ അത് കാര്യമില്ല. സോ സ്പിരിച്വാലിറ്റി അതോട് ഇറങ്ങിപ്പോണം. അവർ ഏത് ഭാഷയിലാണോ അത് മനസ്സിലാക്കുന്നത് ആ ഭാഷയിൽ അവർക്ക് കിട്ടും. ഇപ്പൊ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ആ ഒരു 15 വയസ്സ് വരെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഡീപ്പ് പോകാൻ എനിക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ 15ാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭഗവത്ഗീത കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അവര് മനസ്സിലാക്കുന്ന ഭാഷയിൽ അവർക്കത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അവർ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് ആരും നശിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ആരും. ഏറ്റവും വലിയ കള്ളുകുടിയനാണെങ്കിൽ പോലും ആള് സ്വയം ഒരിക്കലും കള്ളുകുടിച്ച് നശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പക്ഷെ ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇത് എന്റെ നാശത്തിന് വേണ്ടിയാണ്. അതിൽ എഴുതിയിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇൻജുറീസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആള് സ്മോക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഉള്ളിൻ്റെ നിന്ന് ആൾക്കത് കൺവിൻസ്ഡ് ആയിട്ടില്ല. ഇതേപോലെയാണ് യുവാക്കളുടെ ഉള്ളിൽ ആ ഒരു കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ തെറ്റ് ചെയ്യത്തില്ല. പക്ഷെ കൂടുതലും അവർ ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം കിട്ടാത്തതുകൊണ്ട്, നമ്മൾ സ്പിരിച്വാലിറ്റിയെ അവർക്ക് അട്രാക്റ്റീവ് ആക്കാത്തതുകൊണ്ട്, അവർക്ക് മനസ്സിലാവുന്ന ലോജിക്ക് അനുസരിച്ച് അത് പ്രസന്റ് ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് യുവാക്കളുടെ ഉള്ളിൽ ഭക്തിയിൽ അട്രാക്ഷൻ ഇല്ലാത്തത്. സോ എസ്പെഷ്യലി 15 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ രീതിയിൽ എടാ അമ്പലത്തിൽ പോടാ, ഇത് തൊഴുടാ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടിക്കാലത്തെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് സ്വാമിമാരെ കുറ്റം പറയും, സ്വാമിമാർ പഠിപ്പിക്കുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കുട്ടികൾ സ്വാമിമാരുടെ അടുത്ത് പോലും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എത്ര പ്രാവശ്യം പറയണം, കുട്ടികൾക്ക് ഒരു താല്പര്യം ഇല്ലെന്ന്. അന്നേരം ഈ സ്റ്റേജസ് എല്ലാം നമ്മൾ ചെയ്തോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. 0 to 6 നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിയോ, 7 to 15 നമ്മൾ നോക്കിയോ, 15 to 21 നമ്മൾ നോക്കിയോ, എങ്കിൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ക്ലിയർ ആയോ മുത്തശ്ശി? അതെ. ഇപ്പോഴെനിക്ക് മനസ്സിലായത് 0 to 6 എന്ന് പറയുന്ന സംജി പറഞ്ഞ പോലെ മിക്കവാറും പാരന്റ്സ് ഇത്തിരി യങ് ഏജിലായിരിക്കും. അപ്പോഴവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ടൈം ആയിരിക്കും ആ സമയത്തേക്ക്. അപ്പോൾ കുട്ടികൾ ജസ്റ്റ് കുട്ടികളുണ്ടായി അവർക്ക് വേണ്ട ലക്ഷറി എല്ലാം കൊടുക്കും. അറ്റ് ദി സെയിം ടൈം അവരും ഫാമിലിയോടെ എൻജോയ് ചെയ്ത് പോവുക. അവർ കുട്ടിയുടെ സ്പിരിച്വൽ പ്രോഗ്രസ് ഒന്നും ആയിട്ടില്ല. കൊച്ചു ക്ലാസ് അല്ലേ. അപ്പോഴവരെ പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ മീൻസ് പഠിപ്പിക്കുന്നതിനെക്കാട്ടിൽ ആ ഏജിൽ കൂടുതൽ എൻജോയ്മെന്റ് അവർ കൊടുക്കുന്നത്. അവർ എൻജോയ് ചെയ്യാൻ നോക്കുന്നു, കുട്ടികൾ കൂടെ എൻജോയ്മെന്റിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞാൻ നേരത്തെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലായിരുന്നപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തനാണ്, പ്രചരണമൊക്കെ ചെയ്യുന്ന ആളാണ്. അന്നേരം എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തൻ ആ ഭക്തനോട് ചോദിച്ചു,
മോളിപ്പം വിവാഹമൊക്കെ കഴിച്ചല്ലോ? ആ അതെ കഴിച്ചു ഉണ്ടായിരുന്നു. അന്നേരം ദീക്ഷയൊക്കെ എടുക്കണ്ടേ? അവരിപ്പോ എൻജോയ് ചെയ്യട്ടെ. എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്. അതിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഭക്തന്റെ ചിന്താഗതി അങ്ങനെയാണെങ്കിൽ അതെ. പിന്നെ നമ്മൾ ആ. എന്താ പറയുക? ഉം. പിന്നെ 7 to 10 ഇയേഴ്സ് ആകുമ്പോഴേക്കും പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറയും. പിന്നെ പാരൻസിനും റെസ്പോൺസിബിലിറ്റി കൂടും, അവരുടെ വർക്ക് ലോഡ് കൂടും. പിന്നെ കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ പുറകിലായിരിക്കും. കുട്ടികളെ നോക്കാനും സമയമില്ല. ട്യൂഷൻ സെന്ററിൽ വിടും. ജസ്റ്റ് അക്കാഡമിക്കലി അവർ പ്രോഗ്രസ് ഉണ്ടാവും മാത്രം ശ്രദ്ധിക്കും. അവർ സ്പിരിച്വലി മീൻസ് പാരൻസിനും അതിനുള്ള സമയം കാണില്ല. അവരതിന് അന്വേഷിക്കുകയില്ല. അങ്ങനെ പിള്ളേർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് പൊതുവെ കാണാറില്ല അത്. എന്നിട്ട് പിന്നെ അമ്പലത്തിൽ പോകുന്ന ഒറ്റ ഇതേ കാണുള്ളൂ. 15 ഇയേഴ്സ് വരെ കൂടെ കൊണ്ടു. അത് കഴിയുമ്പോൾ കുട്ടികൾ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആവും. അപ്പോഴേക്കും അവരുടെ എന്താ പറയുന്ന ഉള്ളിലുള്ള ആ ശരിക്കും എന്തോ പതിയേണ്ടതായിട്ടില്ല. അവരുടെ ലൈഫിൽ എൻജോയ്മെന്റും മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൽ നിന്ന് എന്നിട്ട് വീട്ടിൽ നിന്ന് 15 വയസ്സ് കഴിയുമ്പോഴേക്കും ഫുള്ളി ഫ്രീഡം ആണ്. കിളികളെ പോലെ അങ്ങാവും. പിന്നെ അവരെന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാത്ത സിറ്റുവേഷൻ ആയിപ്പോകും. അതുകൊണ്ട് അത് അതെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം ആകുമ്പോഴേക്കും ഔട്ട് ഓഫ് കൺട്രോളിലായി പോകുന്നത്. പിന്നെ ഭഗവാന്റെ കാരുണ്യത്താൽ വീട്ടിൽ നിന്നേ ശരിക്കും ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട്, സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് കുറച്ചെങ്കിലും ഭക്തിയിൽ പുരോഗമിക്കാൻ അവസരമുള്ള കുട്ടികളുടെ ഉള്ളിൽ അത് കാണും. അത് ഇപ്പം വഴിതെറ്റാതെ പോയി തീർച്ചയായിട്ടും കഴിഞ്ഞാൽ നല്ല പ്രോഗ്രസ് പിന്നെ 15 വയസ്സിന് ശേഷം പിന്നെ ഫർദർ സ്റ്റഡീസിലും ഒക്കെ ഉണ്ടാവും. അപ്പോഴത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാ നമ്മുടെ ഉദാഹരണത്തിന് ഉം. എന്റെ അച്ഛൻ ഏകദേശം സ്ഫടികത്തിലെ തിലകനെ പോലെയായിരുന്നു. ആളൊരു വില്ലൻ കഥാപാത്രമല്ല, പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും എന്റെ ഗുരുസ്ഥാനത്താണ്. പക്ഷെ ആ സ്ട്രിക്ട്നെസ് ഉണ്ടായതുകൊണ്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആക്ച്വലി. ഉം. ഒരു ആശ്രമ ഉം. ലൈഫിൽ വരാൻ എനിക്ക് വളരെ ഈസി ആയിരുന്നു ആക്ച്വലി. ഉം. ഉം. വളരെ ഈസി ആയിരുന്നു. അത് കാരണം അതെന്റെ സ്വഭാവമായിട്ടങ്ങ് മാറി. അതായത് എസ്പെഷ്യലി ഉം. പുറത്ത് വിടത്തില്ലായിരുന്നു എന്നെ. അതായത് പുറത്ത് പോയി കഴിഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകും പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാ എന്റെ ജീവിതത്തിൽ ഞാൻ പ്ലേ ഗ്രൗണ്ട് കണ്ടിട്ടില്ല. സ്കൂളിൽ പോകുമ്പോൾ മാത്രം. ക്രിക്കറ്റ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ക്രിക്കറ്റ് ബാറ്റ് എന്റെ കയ്യിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷേ അതൊക്കെ ഇന്ന് എന്ത് പറയുന്നേ, ഞാൻ സ്ഫടികത്തിലെ മോഹൻലാലിനെ പോലെ ഇങ്ങനെ ഒരു എന്തോ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ എന്റെ കുട്ടിക്കാലം എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമാണ് ആക്ച്വലി. സത്യം പറഞ്ഞാൽ അത് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം എന്റെ സമയം അതുകൊണ്ട് എന്ത് പറ്റി, ആഹ് ഞാൻ കുറച്ചും കൂടെ ആഹ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ട് ആയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സ്പിരിച്വലി നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കണം. നമ്മൾ പുറം ലോകമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അകത്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കഴിയും. സോ പിന്നെ എനിക്ക് വേറെ സഹോദരങ്ങളോ സഹോദരികളോ ഇല്ലായിരുന്നു. ഐ എം ഓൾ അലോൺ. സോ ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫ് ടോക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും നടക്കുമായിരുന്നു. ഇറ്റ് ഓൾ ഹെൽപ്പ് മീ. സോ അൾട്ടിമേറ്റ്ലി ഓരോ സിറ്റുവേഷനും ഓരോ ആൾക്കാരെയും, പിന്നെ അൾട്ടിമേറ്റ്ലി ഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഏഹ് അതുകൊണ്ട് എന്തൊക്കെ പ്ലാൻ ചെയ്താലും ഒരാൾ ഇങ്ങനെ ആകണം എന്നൊരു വിധി ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും നമ്മൾ ചെയ്യാതിരിക്കാനും പാടില്ല. ചെയ്യണം. ഉം. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടിക്കാലത്ത് അതുകൊണ്ടാണ് വളരെ എന്താ പറയുന്നത്, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില ആചാര്യന്മാർ പറയും, കുട്ടികളെ വളർത്താൻ അറിയത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. വിവാഹത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ദയവ് ചെയ്ത് വിവാഹം കഴിക്കും. ഇതിൽ ഒരുപാട് മീനിങ് ഉണ്ട് ആക്ച്വലി. കാരണം നമ്മൾ നമ്മുടെ ലൈഫ് മാത്രമല്ല സ്പോയിൽ ചെയ്യുന്നത്, ഒരു കൂട്ടം ആൾക്കാരുടെ ലൈഫാണ് സ്പോയിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എല്ലാവരുടെ ജീവിതത്തിലും സുഖവും ദുഃഖവും ഒരുപോലെ ഉണ്ട്. നമ്മൾ തുടക്കത്തിൽ കുറച്ച് ദുഃഖം സ്വമേധയാ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് സമാധാനവും സന്തോഷവും കിട്ടും. പക്ഷെ തുടക്കത്തിൽ സുഖത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ Okay. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളെ ഈ ലോകത്ത് കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ സുഖം മാത്രമാണ് അച്ഛനും അമ്മയും നോക്കുന്നത് എങ്കിൽ ആ രീതിയിലുള്ള കുട്ടിയായിരിക്കും വരുന്നത്. പിന്നെ ഒരു 10-15 വയസ്സ് വരെ കുട്ടികളുടെ ആ ഒരു ഫൗണ്ടേഷൻ, ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഒരു എഫേർട്സും ഇടുന്നില്ല. മിക്ക അച്ഛനും അമ്മമാരും എന്തായിരിക്കും, നല്ല ഏറ്റവും നല്ല സ്കൂളിൽ പറഞ്ഞു വിടും, ഉം. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, പിന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു വിടും, കളിപ്പാട്ടങ്ങൾ, അതൊക്കെ നല്ല ഭക്ഷണം, 3, 4, 5 നേരം ഭക്ഷണം, കറങ്ങും. ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇത് വെച്ചാണോ ക്യാരക്ടർ ഉം. ഉണ്ടാകുന്നത്? ഉം. ഇത് വെച്ചല്ലല്ലോ ക്യാരക്ടർ ഉണ്ടാകുന്നത്. വി ആർ ജസ്റ്റ് ലുക്കിംഗ് ആഫ്റ്റർ ദ നീഡ്സ് ഓഫ് ദ ബോഡി. ശരീരത്തിന് വേണ്ടിയുള്ള റിക്വയർമെന്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ.
പക്ഷെ അവരുടെ മാനസിക വികാസത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അന്നേരം അവിടെ നമ്മുടെ ഒരു ഫോൾട്ടാണ്. അന്നേരം ആ കുട്ടിയുടെ ഒരു 15 വർഷം സത്യം പറഞ്ഞാൽ തുലയ്ക്കുകയാണ്. ആ 15 വർഷം അച്ഛനും അമ്മയുടെ തപസ്യാണ്. ആ കുട്ടി ജനിക്കുമ്പോൾ മുതൽ. ഇതിനേറെ പറയുന്നു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭാധാന സംസ്കാരത്തിൽ പറയുന്നു ആദ്യത്തെ 1 വർഷം വരെ തപസ് ചെയ്യണമെന്നാണ്. അതായത് ഒരു സത്സന്താനത്തിനെ കൊണ്ടുവരാൻ വേണ്ടി 1 വർഷം കാത്തിരിക്കുന്നു. തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് ജപിച്ച് കഠിന വ്രതങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ആ ഒരു ഒന്നിക്കുന്ന സമയത്ത് അതിലൂടെ വരുന്ന കുട്ടി വളരെ ശ്രേഷ്ഠ കുട്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു 15 വർഷത്തിന്റെ തപസ്യ നമ്മൾ കുട്ടിക്ക് വേണ്ടി കൊടുത്താലുണ്ടല്ലോ, അന്നേരം അതുകൊണ്ടാണ് ഒരു അച്ഛനോ ഒരു കുട്ടി അച്ഛനെയും അമ്മയും ബഹുമാനിക്കേണ്ടത്. കാരണം ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടി ആ അച്ഛനും അമ്മയും അവരുടെ ജീവിതത്തെ ഒരു തപസ്യയാക്കി മാറ്റിയിരിക്കും. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അച്ഛനും അമ്മമാരെയും കണക്കുകൾ പറയും. ഞാൻ നിന്നെ വളർത്തിയില്ലേ, 10 മാസം ചുമന്നില്ലേ, എനിക്ക് വേണ്ടി ഇത്രയും ഫീസ് കൊടുത്തില്ലേ എന്നൊക്കെ പറയാൻ, ഭക്ഷണം ഇതൊക്കെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ലേ. പക്ഷെ സത്യം പറഞ്ഞാൽ അത് പറച്ചിൽ മാത്രമേ. കാരണം അച്ഛനും അമ്മയും ഇങ്ങനൊരു കുട്ടി ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവർ അവരുടെ സുഖത്തിന് വേണ്ടി മാത്രം ഒന്നിച്ചതാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ഒരു കുട്ടി വരികയാണ്. പിന്നെയും ആ കുട്ടി വന്നതിന് ശേഷം അവരൊരിക്കലും കുട്ടിക്ക് വേണ്ടി, ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വിഷമാവും. പക്ഷെ സത്യമല്ലേ, നമ്മളോട് തന്നെ ചോദിക്കുക, റിയലി നമ്മൾ അച്ഛനും കുട്ടികൾക്ക് വേണ്ടിയാണോ ജീവിച്ചിട്ടുള്ളത്? അന്നേരം നമ്മൾ പിന്നെ കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പോൾ ഭയങ്കര കുസൃതിയായിരിക്കും കുട്ടികൾ. പക്ഷെ ആ കുസൃതി പ്രായം എന്ന് പറഞ്ഞാൽ അവർ പഠിക്കുന്ന പ്രായം കൂടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിനെ കുറിച്ചും ചോദ്യങ്ങളും അതൊക്കെ റെസ്റ്റ്ലെസ്നെസ് കാണും. അതിനെ നമ്മൾ ചാനലൈസ് ചെയ്യുന്നതിന് പകരം അവരെ നേരെ നമ്മൾ ടിവിയുടെ മുമ്പിലിരുത്തും, മൊബൈലിന് മുമ്പിലിരുത്തും. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് മാതാജി. അന്നേരം എന്ത് പറ്റും, ഈ 15 വർഷം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാത്തതുകൊണ്ട് പിന്നെ എന്ത് പറ്റും, ആ ഒരു യൗവനാവസ്ഥയിലെ 21 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വളരെ ഡിഫറെന്റ് ക്യാരക്ടർ കുട്ടികളിൽ കാണും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു. നമ്മളായിട്ട് അവർക്ക് ഈ കുതിരയുടെ രണ്ടിടത്ത് ഇങ്ങനെ ഇങ്ങനെ പട്ട വെക്കുന്ന പോലെ, ഇത് വെക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മറ വെക്കത്തില്ലേ, അതേപോലെ നമ്മൾ കുട്ടികൾ എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ അവരുടെ എൻവയൺമെന്റ് കണ്ടുപിടിക്കും. എസ്പെഷ്യലി 15 to 21 ഇയേഴ്സിൽ അവരുടേതായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൂടെ അവരത് കണ്ടുപിടിക്കാം. കാരണം 15 to 21 is the most crucial age. അവരുടെ യൂത്തിന്റെ ഏറ്റവും പ്രൈമിൽ ഇരിക്കുന്ന അവര് ഒരു അഡ്വെഞ്ചറസ് മൈൻഡിൽ ഇരിക്കുന്ന ടൈം. ദേ വോണ്ട് ടു എക്സ്പ്ലോർ. അന്നേരം ആ ഒരു സമയത്ത് അവർക്ക് കറക്റ്റ് ഫൗണ്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ദിശ മാറിപ്പോകും, വേറെ റോങ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറിലേക്ക് അവർ പോകും. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് കുട്ടികൾ വഴിതെറ്റിക്കഴിഞ്ഞാൽ, ഇനി വഴി തെറ്റിയില്ലെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ നമ്മൾ തപസ് ചെയ്തില്ല എങ്കിലുണ്ടല്ലോ, കുട്ടികൾക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലും കാണത്തില്ല. ഇന്ന് മിക്ക പാരൻസും കുട്ടികളെ പഠിപ്പിച്ച് ജോലി ഒക്കെ നേടി കൊടുക്കുന്നു, അത് വെക്കുന്നു, സമ്പന്നരാക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷെ അവർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അവരുടെ ഉള്ളിൽ ഇല്ല. അച്ഛനും അമ്മമാരോട് ഒരു സ്നേഹമില്ല, ആത്മാർത്ഥതയില്ല. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പിരിച്വൽ ക്വാളിറ്റി. ശ്രീരാമസ്വാമി എന്തുകൊണ്ട് അച്ഛൻ ദശരഥ മഹാരാജാവിന് വേണ്ടി 14 വർഷം വനവാസത്തിന് പോയി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാണ്ഡവർ എന്തുകൊണ്ട് ഇത്രത്തോളം മുതിർന്നവരെ ബഹുമാനിക്കുന്നു? അതൊന്നും ഓട്ടോമാറ്റിക്കലി വരുന്ന ക്വാളിറ്റീസ് അല്ല. അതൊക്കെ സ്പിരിച്വലി കണക്റ്റഡ് ആവുമ്പോൾ മാത്രം വരുന്ന ക്വാളിറ്റീസ് ആണ്. അന്നേരം നമ്മൾ മൊത്തത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിച്ചു, നമ്മുടെ മക്കളെയും മെറ്റീരിയലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരു സ്പിരിച്വൽ ക്വാളിറ്റി ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അവർക്കുള്ളിൽ വരുന്നത്? സത്യം പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, നമ്മളും പഠിക്കുന്നില്ല. നമ്മൾ ഭഗവാനോട് ചെയ്യുന്ന നന്ദികേടാണ്. പിന്നെ കുട്ടികൾ എങ്ങനെയാണ് നമ്മളോട് നന്ദി കാണിക്കുന്നത്? കാരണം ഏറ്റവും വലിയ നമ്മുടെ പിതാവായ ഭഗവാനോട് നമ്മൾ നന്ദികേട് കാണിക്കും.
നമ്മുടെ മക്കളെ നന്ദികേട് കാണിക്കാനാണ് പഠിപ്പിക്കുന്നത്. കാരണം പഠിച്ചാൽ മതി, നാമം ജപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഭയങ്കര പഠിക്കാൻ ഒരുപാടുണ്ടേ, ഇത്രയും പഠിക്കാനുണ്ട്, പിന്നെ നാമം എങ്ങനെ ജപിക്കാനാണ്? അന്നേരം കുട്ടികളെ അമ്പലത്തിൽ വിടുന്നത് മാതാജി പറഞ്ഞ പോലെ അവരവരുടേതായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം. അതിന് പകരം ഭഗവാനെ, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരുപാട് പഠിക്കണം. ഭക്ഷണം കഴിക്കുന്ന അത് നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവർ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ. പക്ഷേ താങ്ക് യു ഗോഡ് ഫോർ ദ ബ്രെഡ് വി ഈറ്റ്, ഫോർ ദ ഫുഡ് വി ഈറ്റ്, താങ്ക് യു ഫോർ ദ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നും ആ ഒരു താങ്ക് യു എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ് കുട്ടികളെ. മുതിർന്നവരും അത് ഫോളോ ചെയ്യും. ചിലപ്പോൾ അത് കാണാപ്പാഠമായിട്ടായിരിക്കാം, പക്ഷെ എന്നാലും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം കുട്ടികളെ ഭഗവാനോട് നന്ദി ഉണ്ടാക്കുന്ന രീതിയിൽ നന്ദി ഉണ്ടായിരിക്കണം. കുട്ടികൾ ഒരു കൃതജ്ഞത ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതാണ് മനസ്സിലാക്കുന്നത് തോന്നുന്നു. അതെ. ഇത് ക്വസ്റ്റിന് ആൻസർ ആയിട്ട് ശരിക്കും അമ്പലത്തിൽ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. കുട്ടികളെ കൊച്ചിലെ വളർത്തുമ്പോഴേ പാരൻസ് ശരിക്കും ആ ഭക്തിയുടെ മാർഗത്തിലും ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലിയും, ഇപ്പം സ്വാമിജി പറഞ്ഞ പോലെ ക്രിസ്ത്യൻസ് അവരുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും കിടക്കും മുമ്പേ പ്രാർത്ഥിക്കാറുണ്ട് ഫാമിലി ഒരുമിച്ച്. പക്ഷെ നമ്മൾ അത് ഹിന്ദുക്കൾ അത് വളരെ ചെയ്യാറില്ല എന്ന് തന്നെ പറയാതെ, ശരിക്കും കുറഞ്ഞത് ഇല്ല. സന്ധ്യയ്ക്കെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ജപിച്ച് ഭഗവാൻ അമ്പലത്തിൽ പോയാൽ മാത്രമല്ല നമ്മുടെ വീട്ടിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ടെന്നുള്ള ഓരോ കുട്ടികളുടെയും ഹൃദയത്തിലായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എല്ലാത്തിൽ നിന്നും ഭഗവാനെ മാറ്റിയിരിക്കുകയാണ്. എല്ലാത്തിൽ നിന്നും. ഓണത്തിലെ മെയിൻ വ്യക്തി എന്ന് പറഞ്ഞാൽ വാമനമൂർത്തിയാണ്. ഭഗവാൻ നമ്മുടെ വീട്ടിൽ വരികയാണ്. കംപ്ലീറ്റ്ലി മാറ്റിയിരിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ വീട്ടിന് പുറത്ത് കുറച്ച് പൂക്കളിടുക, എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക, ഇതാണ് ഓണം. പുതിയ വസ്ത്രം ഇടുക, ഇതാണ് ഓണം എന്ന് വിചാരിക്കുക. വിഷു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഗ്രഹം കൃഷ്ണന്റെ കൊണ്ടുവരിക, അത് ഭഗവാനാണെന്നുള്ളൊരു ചിന്തയില്ല. കണി കാണാൻ വേണ്ടി ഒരു രൂപം, അത്രയേ ഉള്ളൂ. ഈ എന്തോ ലാഫിംഗ് ബുദ്ധ അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രതിമകളില്ല. അതേപോലെ കൃഷ്ണന്റെ ഓടക്കുഴലും പിടിച്ച ഒരു പ്രതിമ എന്തിനു വേണ്ടി? ഈ വർഷം നന്നായിട്ടിരിക്കാൻ വേണ്ടി, ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് സക്സസ് കിട്ടാൻ. പക്ഷെ അതുകൊണ്ടാണ് വിഷുവിനെ നോക്കി കഴിഞ്ഞാലേ മിക്ക ആൾക്കാരും പുതിയ പുതിയ വിഗ്രഹങ്ങൾ മേടിക്കും. അത് അവർക്ക് കണി കാണാൻ വേണ്ടി ഒരു വിഗ്രഹം വേണമെന്നില്ല. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ. അതെ. എല്ലാത്തിൽ നിന്നും ഭഗവാനെ അവർ മാറ്റുകയാണ് സിസ്റ്റമാറ്റിക്. വീട്ടിൽ തന്നെ പണ്ട് 4 കെട്ട് വീടായിരുന്നു. നടുക്ക് ഭഗവാന്റെ പ്രതിഷ്ഠ എപ്പോഴും കാണുന്നു. പിന്നെ അത് തുളസി തറയാക്കി മാറ്റി, ഭഗവാനെ മാറ്റി. എന്നിട്ട് അവിടെ വെറും തുളസി തറയാണ്. പിന്നെ ഭഗവാനെ എന്ത് പറ്റി? ചിലവര് ഭഗവാന് വേണ്ടി ഒരു അമ്പലം തന്നെ പണിയായിരുന്നു വീട്ടിന്റെ ആ ഒരു ഇതിനകത്ത്. അത് മാറി 4 കെട്ടിന്റെ നടുക്ക് ഭഗവാനുണ്ട്, അതും മാറ്റി തുളസി തറയാക്കി. പിന്നെ തുളസി ഇല്ല. പിന്നെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു മുറിയിലേക്ക് ഭഗവാൻ ഒരു സ്ഥാനം കൊടുക്കും, അതും മാറി. ഇപ്പോ ഇത്രയും വലിയ വീടുകളായിരിക്കും, വലിയ വലിയ വീടുകളായിരിക്കും, എത്രയോ സ്ക്വയർ ഫീറ്റിൽ. അതില് ഭഗവാന് വേണ്ടി ഒരു മുറി അവർ കൊടുക്കത്തില്ല, ഒരു മുറി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഭഗവാന് നമുക്ക് കൊടുക്കും. ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരിടത്ത് കുത്തിക്കയറ്റുകയോ, അല്ലെങ്കിൽ വീട്ടിന് പുറത്ത് എൻട്രൻസിന്റെ അവിടെ ഒരു ചെറിയൊരു ഷെൽഫിന് വേണ്ടി പോലും കാശ് ചെലവാകത്തില്ല, ഒരു തട്ട്, അവിടെ ഒരു ഫോട്ടോ. പിന്നെ ഫോട്ടോയും ആരുടെ ഫോട്ടോ വെക്കണമെന്ന് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്താൽ വയ്ക്കാം, ആരെയും വിഷമിപ്പിക്കേണ്ട, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇനി വിളക്ക് കത്തിക്കുന്നില്ല, കാരണം എന്താ, വിളക്ക് കത്തിച്ച് തുടങ്ങിയിട്ട് പിന്നെ മുടങ്ങി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും മുടക്കും. ഒരു ദിവസം മുടങ്ങുമെന്ന് പേടിച്ചിട്ട് എല്ലാ ദിവസവും വിളക്ക് മുടക്കും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരിടത്ത് മാത്രമല്ല മതി പ്രശ്നം, എല്ലാം മൊത്തത്തിൽ കംപ്ലീറ്റ് പ്രശ്നമാണ്. അതുകൊണ്ട് അടിസ്ഥാനം മുതലേ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതെ. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്ന ഒരു സെന്റൻസിലോ 2 സെന്റൻസിലോ ഒരിക്കലും കവർ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഇന്ന് നമ്മുടെ ടോക്ക് ഷോയിൽ തന്നെ കവർ ചെയ്തത് പാരന്റിങ് ആണെങ്കിലും ഇത് വളരെ വൈഡായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും കാണും. ഒത്തിരി വലിയ വാസ്റ്റ് ടോപ്പിക്കാണ് ടു ഡിസ്കസ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. നമ്മുടെ നിത്യ ജീവിതത്തിലുള്ളതും കുട്ടികളെ എങ്ങനെ വളർത്താം, പിന്നെ അല്ലാതെ നമ്മുടെ ആചാരം എന്തൊക്കെയാണ്, അനുബന്ധിച്ചുള്ള എന്ത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഗോലോകം ടോക്ക് ഷോയുടെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. അത് നമ്മൾ സ്വാമിജിയായിട്ട് ഡിസ്കസ് ചെയ്ത് അടുത്ത വരുന്ന ടോക്ക് ഷോയിൽ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും.
എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.